നമസ്കാരം. എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിന്റെ ആദ്യത്തെ ഭാഗമാണിത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2024 ജനുവരി 1 നടത്തിയ വിക്ഷേപണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ PSLVയുടെ 60ാമത്തെ ദൗത്യമായിരുന്നു. PSLV എന്ന് പറയുമ്പോൾ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. PSLV ഇന്ത്യ ആദ്യമായി പരീക്ഷിക്കുന്നത് 1993 ഇന്ത്യ PSLV ആദ്യമായി പരീക്ഷിക്കുന്നത്. 1993 ഇന്ത്യ PSLV ആദ്യമായി പരീക്ഷിക്കുന്നത്. PSLVയുടെ 60ാമത്തെ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് PSLV-C 58 ആണ്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് PSLV-C 58. PSLV-C 58 ഇന്ത്യ ഭ്രമണപഥത്തിൽ എത്തിച്ച കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരാണ് എക്സ്പോസാറ്റ് എന്നാണ് പേര്. എക്സ്പോസാറ്റ്. എക്സ്റേയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് വിക്ഷേപിച്ചതാണ് എക്സ്പോസാറ്റ്. പേരൊന്ന് ഓർത്തു വെക്കുക, എക്സ്പോസാറ്റ്. അടുത്തത് 57ാമത്തെ, അതായത് PSLV-C 57 ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി, ഡേറ്റ് അവിടെ ആവശ്യമാണ്. 2023 സെപ്റ്റംബർ 2. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് PSLV-C 57 ഇന്ത്യ പരീക്ഷിക്കുന്നത്. അതിൽ ഇന്ത്യ ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃത്രിമ ഉപഗ്രഹമാണ്. അതിന്റെ പേര് ആദിത്യ L1 എന്നാണ് പേര്. ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായിരുന്നു ആദിത്യ L1. അത് ചേർത്ത് പഠിക്കണം, ആദിത്യ L1 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇവിടെ വ്യക്തമാണ്. PSLV-C 58 കുറിച്ചും PSLV-C 57 കുറിച്ചുമാണ് നമ്മൾ ആദ്യത്തെ പോയിന്റായി സംസാരിച്ചത്. 2 പോയിന്റും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പ്രധാനപ്പെട്ടത് തന്നെയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേരാണ് അരവിന്ദ് പനഗരിയ. പേരാണ് അരവിന്ദ് പനഗരിയ എന്നാണ് പേര്. അരവിന്ദ് പനഗരിയ. എത്രാമത്തേതാണെന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണം. 16. 16ാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാന്റെ പേര്, അല്ലെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര് അരവിന്ദ് പനഗരിയ എന്നാണ്. 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര് NK സിംഗ് എന്നായിരുന്നു പേര്. NK സിംഗ് കേട്ടോ, NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷന്റെ പേര് NK സിംഗ് എന്നാണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ വ്യക്തമായി. അടുത്തത് ആഗോള കുടുംബ ദിനം. ആഗോള കുടുംബ ദിനം എന്ന് പറയുന്നത് ജനുവരി മാസം 1-ാം തീയതിയാണ് ആഗോള കുടുംബ ദിനം. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആഗോള കുടുംബ ദിനം ജനുവരി 1 ഈ ഒരു ഭാഗത്തൂടെ പോയപ്പോ പറഞ്ഞതേ ഉള്ളൂ. OS ത്യാഗരാജൻ അന്തരിച്ചു. അപ്പോൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് OS ത്യാഗരാജൻ? കർണാട്ടിക് സംഗീതം അല്ലെങ്കിൽ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് OS ത്യാഗരാജൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അന്തരിച്ച OS ത്യാഗരാജൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അവിടെ പഠിച്ചു നോക്കേണ്ട പേര് കർണാടക സംഗീതം. OS ത്യാഗരാജൻ തലയിലേക്ക് കയറ്റുക. OS ത്യാഗരാജൻ, കർണാടക സംഗീതം. അടുത്തത് നമ്മുടെ പശ്ചിമഘട്ടം, അങ്ങനെ തന്നെ പറയാം അല്ലെ. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഒരു പുതിയ ചിത്രശലഭത്തെ കണ്ടെത്തി. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ചിത്രശലഭത്തിന്റെ പേരാണ് മേഘമല വെള്ളിവരയൻ. പേരാണ് മേഘമല വെള്ളിവരയൻ. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന്റെ പേരാണ് മേഘമല വെള്ളിവരയൻ. ഓർത്തു വെക്കുക പേര് മേഘമല വെള്ളിവരയൻ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ വിരമിച്ചു. പേര് ഹേമലത. ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും, ദൂരദർശനമൊക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പം പരിചയം കാണും. ഹേമലത കേരളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡറായ ഹേമലത വിരമിച്ചു. അപ്പൊ ഹേമലത എന്ന പേര് അവിടെ ഓർത്തു വെക്കുക, ഹേമലത. അതും എളുപ്പമുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ഏതാണ്?
ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലത്തിന്റെ പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അടുത്തത് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയുടെ പേര്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയുടെ പേര് ഡിജിറ്റൽ റുപ്പി. ഒന്നേ ഡിജിറ്റൽ റുപ്പി എന്ന് പറയും, അല്ലെങ്കിൽ ഈ റുപ്പി എന്ന് പറയും, അല്ലെങ്കിൽ ഈ രൂപ എന്നും പറയാം. ഈ രൂപ, ഈ രൂപ, ഈ രീതിയിലൊക്കെ നമുക്ക് പറയാം. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏത്? ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയാണ് ഡിജിറ്റൽ റുപ്പി, അല്ലെങ്കിൽ ഈ റുപ്പി, അല്ലെങ്കിൽ ഈ രൂപ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഹ്യുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ എന്നതിന്റെ, ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ സിനിമാ താരമായ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു വനിതാ താരമാണ് ദീപിക പദുക്കോൺ കേട്ടോ. ദീപിക പദുക്കോൺ കേട്ടോ. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ. ആ പോയിന്റോടെ കേട്ടു. അടുത്തത് KSKTU. KSKTU എന്ന് പറഞ്ഞാല് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലഭിച്ചത് സഖാവ് VS അച്യുതാനന്ദൻ. സഖാവ് VS അച്യുതാനന്ദനാണ് ലഭിക്കുന്നത്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ. പോയിന്റ് ക്ലിയർ ആണ്. അടുത്തത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള സംസ്ഥാനം അസമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസമാണ്. കേരളം പട്ടികയിലുണ്ട്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ കേരളത്തിന് 4ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആത്മഹത്യാ നിരക്കിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം അസമാണ്. കേരളത്തിന്റെ സ്ഥാനം 4ാമതാണ്. അപ്പോൾ ആ ഒരു പോയിന്റോടെ വ്യക്തമായി കഴിഞ്ഞു. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആയി നിയമിച്ചത് ആരെയാണ്? കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആയി നിയമിച്ചയാളാണ് S ശ്രീകല എന്നാണ് പേര്. S ശ്രീകല എന്നാണ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധ്യക്ഷ ചെയർപേഴ്സണായി നിയമിച്ചത് ആരെയാണ്? S ശ്രീകല. പോയിന്റ് വ്യക്തമാണ്. ഇനി അടുത്തത് ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പറയാനുള്ളത്. സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് പേര്. ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. ഇത് ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും UAEയും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. ഈ ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസം, അതിനൊരു വേദിയുണ്ട്. വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് വേദി. രാജസ്ഥാൻ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഓർത്തോണം. അപ്പൊ ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. അതിന്റെ വേദി രാജസ്ഥാനാണ്. ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും UAEയും. ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയാൽ, ഇന്ത്യയുടെ 60ാമത്തെ PSLV ദൗത്യത്തിന്റെ പേര് PSLV-C-58. അത് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം എക്സ്പോസാറ്റ്. PSLV-C 57 കൊണ്ടുപോയത് ആദിത്യ L1. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ആഗോള കുടുംബ ദിനം ജനുവരി 1. OS ത്യാഗരാജൻ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞൻ. മേഘമല വെള്ളിവരയൻ എന്ന ചിത്രശലഭത്തെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തി. ഹേമലത കേരളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആയിരുന്നു, വിരമിച്ചു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം. ഗ്ലേസിയേഴ്സ്
ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് ആണ് UN ആചരിക്കുന്നത് 2024. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമൽ. ഹ്യുണ്ടായി ഇന്ത്യ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ദീപിക പത്തുക്കോട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കേരള പുരസ്കാരം നേടിയത് VS അച്യുതാനന്ദൻ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്ക് കൂടുതൽ അസം, കേരളത്തിന് 4ാം സ്ഥാനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സന്റെ പേര് S ശ്രീകല. ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യ UAE വേദി രാജസ്ഥാൻ. എളുപ്പമാണ്, കാര്യങ്ങൾ പഠിച്ചു പോവുക. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഒരു കൃതിയുടെ പേരാണ് ഇവിടെ പറയാനുള്ളത്, വൈ ഭാരത് മാറ്റേഴ്സ്. വൈ ഭാരത് മാറ്റേഴ്സ്. ഇത് ആരുടെ കൃതിയാണ്? ചോദിക്കാൻ നല്ല ചോദ്യമാണ്. ഇത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ S ജയശങ്കർ. ജയശങ്കറിന്റെ കൃതിയാണ് വൈ ഭാരത് മാറ്റേഴ്സ്. കൃതി ഒന്ന് ഓർത്ത് നോക്കുക, വൈ ഭാരത് മാറ്റേഴ്സ്. ഇനി അടുത്തത്, കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. അപ്പൊ ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോണം. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി, കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ 525 രൂപയുടെ നാണയം പുറത്തിറക്കി. 525 രൂപയുടെ നാണയം പുറത്തിറക്കാനുള്ള കാരണം ഒരാളുടെ ജന്മദിനമാണ്. ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ മീരാഭായി. മീരാഭായി എന്ന പേര് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. മീരാഭായി ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണഭക്തയായിരുന്ന ഒരു കവി ആണ് മീരാഭായി. കവയത്രി അങ്ങനെ പറയാം അല്ലെ, മീരാഭായി. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ വരുന്ന ആദ്യത്തെ വനിത, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ വരുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മീരാഭായി എന്ന് പറയുന്നത്. മീരാഭായിയുടെ 525ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ പുറത്തിറക്കിയ നാണയമാണ് 525 രൂപയുടെ നാണയം. അപ്പൊ 525 രൂപയുടെ നാണയം ഇന്ത്യയിൽ പുറത്തിറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരം മീരാഭായി. ഈ 525 രൂപയുടെ നാണയം ഉൾപ്പെടെ വെറൈറ്റി ആയിട്ട് ഇറങ്ങിയ ഒരുപാട് നാണയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ അതിന് അവർ ഇട്ടിരിക്കുന്ന വില, ഗവൺമെന്റ് ഇട്ടിരിക്കുന്ന വിലയ്ക്കാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ 525 രൂപ കൊടുത്തല്ല. നിങ്ങൾക്ക് വെബ് പോർട്ടൽ ഉണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ പോസ്റ്റിൽ നിങ്ങൾക്ക് ഈ 525 രൂപയുടെ നാണയം വരും. എനിക്ക് തോന്നുന്നു 525 രൂപയുടെ നാണയത്തിന് ഏകദേശം 3000 രൂപയ്ക്ക് മേളിലാണ് വില ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. പറഞ്ഞു പോയി എന്നേ ഉള്ളൂ കേട്ടോ. ശരി, നാണയം എന്ന് പറയുന്നത് ഹോബിയാക്കി വെക്കുന്നത്, കളക്ഷൻ ഓഫ് കോയിൻസ്. അതിന് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. കളക്ഷൻ ഓഫ് കോയിൻസ്, നാണയ ശേഖരണത്തിന് ന്യൂമിസ്മാറ്റിക്സ് എന്നൊരു പദം പറയാറുണ്ട്. എന്തായാലും പറഞ്ഞതേ ഉള്ളൂ, തിരിച്ചു വരികയാണ്. ബ്രിക്സ്, BRICS ആണ് ബ്രിക്സ്. BRICS, ബ്രിക്സ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെ? 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ബ്രിക്സ് വേദിയൊക്കെ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റഷ്യയാണ്. പ്രത്യേകം ഓർത്തോണം, ബ്രിക്സ് റഷ്യ. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ, IOA എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ CEO, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ CEO എന്ന് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ CEO ആയി നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ CEOയുടെ പേര് രഘുറാം അയ്യർ. ഓൾറെഡി ഒരു പ്രസിഡന്റ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം, മലയാളിയാണ് അല്ലെ, പേര് PT ഉഷ. നമുക്ക് അറിയാം, പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? PT ഉഷ. അപ്പൊ പ്രസിഡന്റിന് P ആണ്, PT ഉഷയും P യിലാണ് തുടങ്ങുന്നത്. സോ പ്രസിഡന്റ് PT ഉഷ, CEO രഘുറാം അയ്യർ എന്നവിടെ കണക്ട് ചെയ്യാനായി സാധിക്കും. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ കാര്യമാണ് പറഞ്ഞത്, ഒന്നുകൂടെ വ്യക്തമായി കേട്ടുക. അടുത്തത് യൂണിഫോം സിവിൽ കോഡ്. ഭരണഘടനയൊക്കെ പഠിക്കുമ്പോൾ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 44 എന്നൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട്. എന്തായാലും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. കേട്ടോ, ഏതാണ്? ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, മറക്കരുത്.
ഒരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. പുരസ്കാരം ഒന്ന് ഓർത്തു വെക്കണം, ഹരിവരാസനം പുരസ്കാരം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഹരിവരാസനം പുരസ്കാരം. ശ്രദ്ധയോടുകൂടി പഠിക്കണം. 2024 ഹരിവരാസനം പുരസ്കാരം പ്രഖ്യാപിച്ചു. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസൻ. പേര് വ്യക്തമായി അവിടെ പഠിക്കണം, PK വീരമണി ദാസൻ. 2024 ലഭിച്ച ആളുടെ പേരാണ് പറഞ്ഞത് PK വീരമണി ദാസൻ. PK വീരമണി ദാസൻ. 2023 ലഭിക്കുന്നത് ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിക്കുന്നത്. ഒരു വഴിക്ക് പോകുമ്പം എല്ലാം പറയാം. 2024 ലഭിക്കുന്നത് PK വീരമണി ദാസൻ. 2023 ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. 2022 ലഭിക്കുന്നത് ആലപ്പി രംഗനാഥ്. 2022 ലഭിക്കുന്നത് ആലപ്പി രംഗനാഥ്. 2021 ലഭിക്കുന്നത് വീരമണി രാജു. വീരമണി രാജു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2024 കൃത്യമായിട്ട് പഠിക്കണം. വീരമണി ദാസൻ, PK വീരമണി ദാസൻ. 23 ശ്രീകുമാരൻ തമ്പി. 22 ആലപ്പി രംഗനാഥ്. 21 വീരമണി രാജു. വീരമണി രാജു. വ്യക്തമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതെല്ലാം അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഹരിവരാസനം പുരസ്കാരം ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്, കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത് പറയാനുള്ളത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തെ പറ്റിയാണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. ഇത് 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് ആണ്. ആ ഒരു 81 എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തു വെച്ചോണം. 80 ഉണ്ട്. 80 2023 അവിടാണ് നാട്ടു നാട്ടു എന്ന് പറഞ്ഞ ഒറിജിനൽ സോങ്ങിനൊക്കെ അല്ലെ, നാട്ട് 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 കൂത്ത് പാട്ട് 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 കൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടില്ലേ. ഇന്ത്യക്ക് കിട്ടുന്ന 80ാമത്തേതാണ്. 80ാമത്തെ ഒറിജിനൽ സോങ്ങിനുള്ളത് കിട്ടുന്നത് 80ാമത്തെ ഗോൾഡൻ ഗ്ലോബിലാണ്. ഇവിടെ പുതിയ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് പഠിക്കുന്നത്. 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ഈ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നൽകുമ്പോൾ എപ്പോഴും 2 രീതിയിൽ പഠിക്കണം. ഒന്ന് ഡ്രാമ വിഭാഗം. ഒന്ന് ഡ്രാമ വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കൊടുക്കും. മറ്റൊന്ന് എന്ന് പറയുന്നത് മ്യൂസിക്കൽ കോമഡി എന്ന വിഭാഗം. മ്യൂസിക്കൽ കോമഡി എന്ന വിഭാഗം. അപ്പോൾ ഡ്രാമ വിഭാഗത്തിലും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലും എന്ത് നൽകാറുണ്ട്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കൊടുക്കാറുണ്ട്. അപ്പൊ ചില ഗോൾഡൻ ഗ്ലോബ് ഒക്കെ നോക്കുമ്പോൾ ചിലർക്ക് തലവേദന എടുക്കും. ഒന്ന് നോക്കി മികച്ച നടനെ പഠിച്ചു വരുമ്പോൾ വീണ്ടും ഒരു മികച്ച നടൻ. അതുകൊണ്ടാണ് പറഞ്ഞത് 2 രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞത്. ഡ്രാമ വിഭാഗത്തിലേക്ക് വരാം. ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ അല്ലെ, റോബർട്ട് ഓപ്പൺഹൈമർ എന്ന അദ്ദേഹത്തിന്റെ ജീവിതമാണ് സിനിമയാക്കിയത് അല്ലെ. ആറ്റം ബോംബിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. അപ്പൊ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഓപ്പൺഹൈമർ ആണ്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ ആണ്. അതിന്റെ സംവിധായകനെ ഓർത്തു വെച്ചോണം, ക്രിസ്റ്റഫർ നോളൻ എന്നാണ് പേര് കേട്ടോ. ക്രിസ്റ്റഫർ നോളൻ. ഓക്കെ, ഇനി അടുത്തത് മികച്ച നടൻ. അപ്പൊ ഡ്രാമ വിഭാഗമാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കൂ. ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടന്റെ പേര് കിലിയൻ മർഫി. മികച്ച നടന്റെ പേര് കിലിയൻ മർഫി. മികച്ച നടിയുടെ പേര് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. ഓക്കെ, പഠിച്ചോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. ഇനി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലേക്ക് വരുമ്പോൾ മികച്ച ചിത്രമാണ് പുവർ തിങ്സ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് പുവർ തിങ്സ്. അടുത്തത് മികച്ച നടന്റെ പേര് പോൾ ജിയാമറ്റി എന്നാണ് പേര്. മികച്ച നടന്റെ പേര് പോൾ ജിയാമറ്റി. മികച്ച നടിയുടെ പേര് എമ്മ സ്റ്റോൺ. അപ്പം 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 2 വിഭാഗങ്ങളായി നമ്മൾ പഠിച്ചു. ഒന്ന് ഡ്രാമ വിഭാഗം, മറ്റൊന്ന് മ്യൂസിക്കൽ കോമഡി വിഭാഗം. ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രം പുവർ തിങ്സ്. മികച്ച നടൻ പോൾ ജിയാമറ്റി. മികച്ച നടി എമ്മ സ്റ്റോൺ.
ഇനി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ മികച്ച സംവിധായകൻ ആര് എന്നൊറ്റ ചോദ്യമേ ഉള്ളൂ. അവിടെ ഡ്രാമ, മ്യൂസിക്കൽ, കോമഡി എന്നൊന്നും പഠിക്കണ്ട. ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ. 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ. ഈ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വൈ ഭാരത് മാറ്റേഴ്സ് എന്നുള്ളത് എസ് ജയശങ്കറിന്റെ കൃതിയാണ്. കേരളത്തിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ അമൃത്. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 525 രൂപയുടെ നാണയം പുറത്തിറക്കി. ബ്രിക്സ് 2024 വേദി റഷ്യയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, സിഇഒയുടെ പേര് രഘുറാം അയ്യർ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഹരിവരാസനം പുരസ്കാരം 2024 കിട്ടുന്നത് PK വീരമണി ദാസൻ. 23 ശ്രീകുമാരൻ തമ്പി, 22 ആലപ്പി രംഗനാഥ്, 21 വീരമണി രാജു. ഗോൾഡൻ ഗ്ലോബ് ഡ്രാമ വിഭാഗം, മ്യൂസിക്കൽ കോമഡി വിഭാഗം. ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ, നടൻ കിലിയൻ മർഫി, നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രം പുവർ തിങ്സ്, നടൻ പോൾ ജിയാമറ്റി, നടിയുടെ പേര് എമ്മ സ്റ്റോൺ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 81ാമത്തെ മികച്ച സംവിധായകന്റെ പേര് ക്രിസ്റ്റഫർ നോളൻ. പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.